ഹായ് ഹലോ നമസ്കാരം. ഞങ്ങളുടെ പുതിയ കുക്കിംഗ് ചാനലായ സോൾട്ട് ആൻഡ് മിർച്ചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് ആരാന്ന് ഞാൻ പറയുന്നില്ല, നമുക്ക് കാണാം. ഹായ്, ഹലോ. എല്ലാവർക്കും സ്വാഗതം സോൾട്ട് ആൻഡ് മിർച്ചിയിലേക്ക്. ഞങ്ങള് ഇവിടെ ഒരു ഫ്രൈഡ് ചിക്കൻ മസാല ആണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. എന്നെപ്പറ്റി നിങ്ങളെ കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, എല്ലാവർക്കും എന്നെ അറിയാമെന്ന് തോന്നുന്നു. അറിയില്ലെന്ന് തോന്നുന്നു. ഞാൻ പ്രശസ്തനായ ഒരു നടനാണ്. വേണമെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഒരു ക്ലൂ തരാം. നമ്മൾ മനുഷ്യർക്ക് ഏറ്റവും കൂടുതൽ ഒമേഗ 3 നൽകുന്ന ഒരു മത്സ്യമുണ്ട്. അതിന്റെ പേരൊന്ന് പറയാമോ? പറ. മത്തി സുഗു. അത് പറഞ്ഞപ്പോ എല്ലാവർക്കും കത്തി ചെറുതായിട്ട് മത്തി സുഗു ആണ്. അപ്പോൾ ഞങ്ങളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ഫ്രൈഡ് മസാല. ഞാനിപ്പോൾ ഷെഫിന്റെ വേഷത്തിൽ തിരിച്ചു വരുന്നതായിരിക്കും. സോറി, പാചകക്കാരൻ, കുക്ക്. ഉടനെ വരാം. ഓക്കെ. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. ചിക്കൻ ഫ്രൈഡ് മസാല. ആദ്യമായിട്ട് നമുക്ക് ഇതിനകത്ത് അഭിനയിക്കുന്ന താരങ്ങളെ ഒന്ന് പരിചയപ്പെടാം. മെയിൻ താരം എന്ന് പറയുന്നത് ചിക്കൻ, രണ്ടാമത്തവൻ സവാള, മല്ലിയില, ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി, കുരുമുളക്, ചിക്കൻ മസാല, പിന്നെ ഗരം മസാല, മഞ്ഞപ്പൊടി, മുളക് പൊടി, ഇത് മല്ലിപ്പൊടി, ക്യാപ്സിക്കം. ഇത്രയുമാണ് നമ്മുടെ ഐറ്റംസ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, തുടങ്ങാം. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ചിക്കൻ വറുത്തെടുക്കുക എന്നുള്ളതാണ്. എണ്ണ ഒഴിക്കുക. ഓക്കെ. ചിക്കൻ ഇറങ്ങുകയാണ്. എണ്ണയൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. മുളക് പൊടി മാത്രമേ ഉള്ളൂ, അതിനകത്ത് വേറെ ഒന്നും വേണ്ട. മറ്റേ മാരിനേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ബാക്കി പൊടികളൊക്കെ ഇല്ല, അതെങ്ങനെയാ? അത് പൊടികളൊക്കെ ഇടുന്നത് ഇത് ആദ്യം ഫ്രൈ ചെയ്ത് നമ്മളിങ്ങനെ മാറ്റുകയാണ്. പിന്നെ അതിനുശേഷം ഇതിന്റെ ഗ്രേവി നമ്മൾ ഉണ്ടാക്കുന്നതിന്റെ കൂട്ടത്തിലാണ് മറ്റു പൊടികളൊക്കെ ഇട്ട് പിന്നെ എടുക്കുന്നത്. അത് വലിയ ബുദ്ധിമുട്ടുള്ള സംഭവമൊന്നുമില്ല, മനസ്സിലാക്കി കഴിഞ്ഞാൽ. ഞാൻ പഠിക്കട്ടെ, കഴിഞ്ഞിട്ട് നോക്കാം, വീട്ടിൽ പോയിട്ട് ട്രൈ ചെയ്യാം. ഇത് എപ്പോഴാണ് ആദ്യമായിട്ട് ഉണ്ടാക്കിയ ഡിഷ്? ഈ ഡിഷൊന്നും നേരത്തെ പറഞ്ഞുണ്ടാക്കിയതൊന്നുമില്ല. ഇത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയത് കപ്പ പുഴുങ്ങുക. അതായിരുന്നു ആദ്യത്തെ പാചകം. അതൊരു 15 വയസ്സുള്ളപ്പോൾ ഞങ്ങൾ ഈ നാടകമൊക്കെ കളിച്ച് നടക്കുന്ന സമയത്ത്, അന്ന് വീട്ടിൽ നിന്നൊന്നും ചെന്ന് ആഹാരം ചോദിക്കാൻ പറ്റിയില്ല, പഠിത്തമൊക്കെ കളഞ്ഞ് നാടകം കളിച്ച് നടക്കുന്ന സമയമാണ്. അങ്ങനെ ഞങ്ങൾ കൂട്ടുകാർ കൂടി ഈ പിരിവൊക്കെ ഇട്ട് കപ്പ ഉണ്ടാക്കും. നല്ല കാന്താരി മുളകും, അടുപ്പല്ല, അത് തന്നെ കല്ലെടുപ്പ് തന്നെ. അത് കൂട്ടി വെച്ച് അവിടുന്ന് ഇവിടുന്നൊക്കെ വിറകൊക്കെ എടുത്തോണ്ട് വന്ന് അങ്ങനെയാണ്. പിന്നെ ഇത് തുടങ്ങിയതെന്ന് പറഞ്ഞാൽ ഇത് ഗൾഫിൽ പോയതിന് ശേഷം അങ്ങനെ അവിടെ സെൽഫ് പാചകമാണ്. അങ്ങനെ ഓരോന്ന് കണ്ട് പിന്നെ ഈ കേറ്ററിംഗുകാരുടെ കൂടെ പോകുമായിരുന്നു. എല്ലാം നോക്കിയിട്ടുണ്ട്. ഞാൻ കേറ്ററിംഗിന്റെ മാനേജറായിരുന്നു കോട്ടയത്ത്. അത് ഹോസ്റ്റ് എന്ന് പറഞ്ഞൊരു കേറ്ററിംഗ് ഉണ്ടായിരുന്നു, അതിന്റെ മാനേജറായിട്ടിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ നമ്മുടെ ഒരു മെയിൻ കുക്കുണ്ട്, ജോസ് എന്ന് പറയുന്നത്. അവൻ ഇതിൻ്റെയൊക്കെ ഭയങ്കര വിദഗ്ധനാണ്. അപ്പോൾ അവൻ്റെ കയ്യിൽ നിന്നാണ് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചതല്ല, ഞാൻ നോക്കിയെന്ന് കണ്ടു പഠിച്ചു സ്വയം. പിന്നെ ഇല്ലല്ല, വീട്ടിലാണ് ശരിക്കും നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കിയത്. അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. അതാ പിന്നെ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഈ പാചകത്തിൽ ഈ ഇപ്പോൾ ചിക്കൻ ഫ്രൈഡ് മസാല എവിടെ ചെന്നാലും കഴിക്കാൻ വേണമെങ്കിൽ, അപ്പം ഇത് ഉണ്ടാക്കണം വലിയ പാടാണെന്ന് ചിലപ്പോൾ ചോദിക്കും. ഇതിപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്നതല്ലേ, ഉണ്ടാക്കുന്നതിൻ്റെ ഒരു രീതിയുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ഹോട്ടൽ ഇമ്പീരിയൽ എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ പോയി ചിക്കൻ മസാല കഴിച്ചു, നമുക്ക് ഇഷ്ടപ്പെട്ടു. ഒരാഴ്ച കഴിഞ്ഞ് വേറൊരു ഹോട്ടലിൽ കയറി, ഇമ്പീരിയലിൽ അത്രയും പോരാ കിട്ടും. പക്ഷേ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് തന്നെയാണ്. പാചകക്കാരൻ്റെ ആത്മാർത്ഥത. കുറച്ച് എണ്ണ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക, അല്ലെങ്കിൽ ഇത് എന്തെങ്കിലും ഉണ്ടാക്കി എൻ്റെ പണിക്ക് പോകണം എന്ന് വിചാരിച്ച് വേണമെങ്കിൽ ഇളക്കിയിട്ടിട്ട് പോവാം. അങ്ങനെയൊക്കെ പോകും, പാളിപ്പോകുന്നത് അങ്ങനെയൊക്കെയാണ്. പക്ഷെ നമ്മൾ ഇതിനകത്ത് കുറച്ചുകൂടെ സ്നേഹവും കുറച്ച് ആത്മാർത്ഥതയും കൂടെ ഇതിനകത്ത് പിഴിഞ്ഞൊഴിച്ചാൽ പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻസ് നമ്മുടെ ആത്മാർത്ഥതയാണ്. അങ്ങനെ പിന്നെ ഇഷ്ടം പോലെ. ഇല്ല, അതൊന്നും ഇല്ലായിരുന്നു. ആകെ പ്രണയിച്ച ഒരാളേ ഉള്ളൂ, അത് എൻ്റെ വൈഫാണ്.
അതിപ്പോഴും ഉണ്ട് ജീവിതത്തിൽ. ആണോ? വൈഫിന് ഏറ്റവും ഇഷ്ടമുള്ള ഡിഷ് ഏതാ? അവക്ക് ഏറ്റവും ഞാൻ ഉണ്ടാക്കുന്നത് ഞാൻ ബീഫ് കറി ഉണ്ടാക്കുന്നത് ഇഷ്ടമാണ്. ബീഫ് അടിപൊളിയായിട്ട് ഉണ്ടാക്കും. പിന്നെ ഉണ്ടാക്കുന്നത് ഇതുപോലെ ചിക്കൻ ഫ്രൈഡ് മസാല വീട്ടിലുണ്ടാക്കും. ഞായറാഴ്ച ദിവസങ്ങളിൽ ഞാൻ വീട്ടിലുണ്ടെങ്കിൽ അവളെ ഒന്ന് ഹെൽപ്പ് ചെയ്യും. ബാക്കി അവള് നല്ലൊരു കുക്കാണ്. തീർച്ചയായിട്ടും കൊണ്ടുവരാമല്ലോ. മീൻകറിയൊക്കെ അടിപൊളിയായിട്ടുണ്ട്. മീൻകറിയോ? മറ്റേ അവിടുത്തെ പോലത്തെ മുളകിലിട്ട് അതാണോ? ഞങ്ങളുടെ കോട്ടയം. പിന്നെ വേറെ അവളുടെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്. കപ്പയും മത്തിയും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് മത്തിയും കൂടെ ഇട്ട് അടിപൊളിയാണ് അത്. പിടിയും കോഴി ഉണ്ടാക്കും. പിന്നെ അവള് വേറെ കാര്യം, ഒരു കണ്ണൂരാണ് അവളുടെ പാരമ്പര്യം. മെയിൻ തലമല്ലേ അത്. ബിരിയാണിയൊക്കെ അടിപൊളി ബിരിയാണിയുണ്ട്. ബിരിയാണി പിന്നെ പിള്ളേർക്ക് കൊച്ചുമക്കളൊക്കെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഉമ്മി ഉണ്ടാക്കുന്ന ബിരിയാണി അത് ഇതെന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കും. പിന്നെ ഇവള് ഈ KFCയുടെ ചിക്കനില്ലേ അതുണ്ടാക്കും വീട്ടിൽ. നമ്മൾ പുറത്തുനിന്ന് മേടിക്കാറില്ല. നമ്മൾ ഉണ്ടാക്കും അത്. അങ്ങനെയുള്ളൂ. പിന്നെ പിള്ളേർക്കൊക്കെ രസം എല്ലാവരും കൂടും കേട്ടോ. പിന്നെ നമ്മുടെ ഇത് ഏകദേശം ആയി കഴിഞ്ഞു. ഒരു ട്രിപ്പ് കൂടെ ഇടാനുള്ള ചിക്കൻ നമ്മുടെ ഇരിപ്പുണ്ട്. ഓക്കെ, അല്ലേ? ഇതൊന്ന് കോരി കഴിഞ്ഞാൽ പിന്നെ നെയ്ച്ചോറിന് ബെസ്റ്റ്. നെയ്ച്ചോറ്, പുലാവ്, ഇതിനൊക്കെ കൂടെ ഏറ്റവും ബെസ്റ്റ് സാധനമാണ് ചിക്കൻ. അടുത്ത വേണ്ട സവാളയാണ്. ഇത് മാറ്റി കഴിഞ്ഞിട്ട് നമുക്ക് സവാള ഇതിനകത്ത് തന്നെ വഴറ്റാം. അപ്പോൾ ചിക്കൻ നമ്മൾ വറുത്ത് മാറ്റി കഴിഞ്ഞു. ഇനി ഈ എണ്ണ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് ഒരിക്കലും മിസ്യൂസ് ആവില്ല. ഈ പാചകത്തിന് ഇത് വീണ്ടും വേണ്ടി വരും. അപ്പം നമുക്ക് വെറുതെ കളയാനില്ല ഈ വിലയ്ക്ക് എണ്ണയൊക്കെ മേടിച്ചിട്ട്. അതാണ്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ആവശ്യമില്ല. ഇത് ആ വാഷ് ബേസിൻ്റെ അവിടെ വെച്ചാൽ ബാക്കിയുള്ള പരിപാടി മുഴുവൻ ഒരൊറ്റ പാത്രത്തിലാണ്. ഓക്കെ, അപ്പോൾ അടുത്ത എന്താ ഇടണ്ട നമുക്ക് പറഞ്ഞോ. അത് തന്നെ ഇട്ടോ ഇട്ടോ ഫുൾ ഇട്ടോ. മതി വേണ്ട, മതി. ഇത് അളവ് വേണം ഒന്നിനും. ആറ്റി കളഞ്ഞാലും അളന്ന് കളയണമെന്നല്ലോ. കുഴപ്പമില്ല, കുറച്ച് വലിയ പീസ് ഉണ്ട്, അതൊക്കെ മാറിക്കോളൂ. പിന്നെ ഇതിനൊരു എളുപ്പ വഴിയുണ്ട്. ഇത് സവാളയെ അലിയാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിങ് എടുത്ത് ഇത് പൊടിക്കൈ എന്ന് പറയും. എത്രയാന്ന് അയ്യോ ഒന്നുകളയല്ലേ ഉപ്പാന്ന് പറഞ്ഞാ അങ്ങനെ തട്ടിക്കുള്ളൂ. ഇതിനൊരു കണക്ക് വേണ്ടേ? ഓക്കെ, എന്താ പൊന്നോ നല്ല വാർത്തയായി. അത് ഉണ്ടാക്കുമ്പോൾ നമ്മൾ കൈവിട്ടു പോകും. വെറുതെ ഉണ്ടാക്കാവുന്നുള്ളതല്ലാതെ ഒരു സാധനം ഇടേണ്ട ഒന്നും ഇടേണ്ടി വരികയില്ല. ചില സാധനമൊക്കെ കൂടെ വേസ്റ്റിരിക്കും ബാക്കി മറന്നുപോയിട്ട്. ഇതുണ്ടാകുമ്പോൾ അതായത് ഞാൻ പറഞ്ഞ ആത്മാർത്ഥത. എണ്ണ ഒഴിക്കണ്ട. ഇത് കുറച്ച് വാടിക്കിട്ടും. വാടിക്കിട്ടില്ലെങ്കിൽ എണ്ണ ഒഴിച്ചുള്ള എന്നാ അറിയോ, ഈ എണ്ണ മുഴുവൻ കുടിച്ചു അതേപോലെ അങ്ങ് ചത്തവല കിടക്കും. ചത്തവല കിടക്കുന്ന പറഞ്ഞാൽ ഇപ്പൊ ഈ വലുപ്പത്തിൽ തന്നെ അങ്ങനെ കിടക്കും. എന്നിട്ടൊന്ന് വളയത്തേ ഉള്ളൂ, സെറ്റാകുക. അത് സെറ്റാകുക. അതിനാണ് ഉപ്പിടുക എന്ന് പറഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് ഇത് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപ്പിടുന്നത്. അത് വീട്ടിലുള്ള നമ്മുടെ വല്യമ്മമാരൊക്കെ പഠിപ്പിച്ചു തന്നൊരു സാധനമാണ്. പുള്ളിയൊക്കെ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം ഇത് റെഡിയായി കിട്ടും. അമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ നമ്മള് ചിക്കൻ എന്നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ആഹാരം പിന്നെ നമുക്ക് കഴിക്കാൻ തോന്നത്തില്ല എന്നൊക്കെ. അങ്ങനെ ശരിയാണോ? അല്ല, അതങ്ങനെയല്ല. അതിന്റെ സംഭവം എന്താണെന്നറിയോ, അത് ഹോട്ടലിലൊക്കെ നിൽക്കുന്ന വലിയ ഉപ്പുമാരുണ്ട്. അവർ എന്നും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സാധനം. അവർ സ്ഥിരം ഉണ്ടാക്കുന്നത് മട്ടൻ കറി, ബിരിയാണി. അവർക്ക് മടുപ്പ് വരും, അവർക്ക് കഴിക്കാൻ പറ്റും. നമ്മൾ വീട്ടിൽ വല്ലപ്പോഴും അല്ല നമ്മൾ ഉണ്ടാക്കുന്നത്. എന്നും ബിരിയാണി ഉണ്ടോ? ഇല്ലല്ലോ. നമ്മളെത്ര പറഞ്ഞു എന്നുവാ. ഞാൻ വീട്ടിലേക്ക് വരാം, ചേച്ചിയെ കൊണ്ട് എനിക്ക് ബിരിയാണി ഇത് കുറച്ചുകൂടെ ഒന്നാണ്.
ഇനി അത് നമുക്കേ ആ പച്ചമുളക് പച്ചമുളക് ഇഞ്ചി കിട്ടോ ഫുള്ളുണ്ട് കിട്ടോ പറയണേ എത്ര ഞാൻ മണ്ടത്തരം കാണിച്ചു. ഓക്കെ മതി 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 ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഇങ്ങോട്ട് ഒരു ശകലം കൂടെ ഹാഫ് മതി 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 വെളുത്തുള്ളി നമ്മളെ ഇത് എടുത്തോ മുളക് പൊടി ഇതിങ്ങനെ ഇളക്കി എടുത്താലേ ഉള്ളൂ അതിൻ്റെ അത് വെച്ചിട്ട് മാറിപ്പോയി നിന്നേ സമയത്ത് വന്ന് ഇളക്കി കഴിഞ്ഞതിൻ്റെ ആ ടേസ്റ്റ് പിടിക്കരുത്. ഇതെല്ലാത്തിലോട്ടും പിടിക്കണം. നമ്മൾ ചപ്പാത്തി മെയിൻ സാധനം അതാണ്. പിന്നെ വല്ലപ്പോഴും ചോറ് പിന്നെ അധികം കഴിക്കാറില്ല, വളരെ കുറവാണ്. ഉച്ചക്കാണേലും ഇഷ്ടമാണ്. പിന്നെ ഇപ്പൊ ഈ പ്രായമൊക്കെ ആയില്ലേ, അതുകൊണ്ട് ഒരു കപ്പ് 1.5 കപ്പ് ചോറ്. പക്ഷേ 2-3 ദിവസം കഴിക്കാതിരുന്ന നമുക്ക് തോന്നത്തില്ല. ഇല്ല, എനിക്ക് ആ ഒരു പ്രശ്നമില്ല. എനിക്ക് വീട്ടിലെ വേണ്ട, പക്ഷെ ഒരു ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ചോറ് വേണമെന്നല്ലേ. എനിക്ക് പിന്നെ അങ്ങനെയുള്ള നിർബന്ധമൊന്നുമില്ല. ആ ഒരു മഞ്ഞപ്പൊടി കളറിന് വേണ്ടിയിടുന്നല്ല മഞ്ഞപ്പൊടി. അല്ലല്ല, മഞ്ഞപ്പൊടി ഇതിന്റെ വിഷാംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതാണ് മെയിൻ ഇൻഗ്രീഡിയൻ എന്ന് പറഞ്ഞാൽ. അതാണ് വിഷാംശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ മതി മതി മതി. മറ്റേ നമ്മുടെ കടന്തലൊക്കെ കുത്തുമ്പോഴത്തേക്കും മഞ്ഞപ്പൊടി എന്ന് പറഞ്ഞാൽ അതിന്റെ ശരീരത്തിന് ഏറ്റവും ബെസ്റ്റ് സാധനമല്ലേ. ഇപ്പൊ ഏകദേശം നമ്മുടെ മസാല റെഡിയായി കഴിഞ്ഞു. ഞാൻ ചിക്കൻ മസാല കുറച്ചെടുത്തേ ഇട്ട് മതി 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 മതി. ഞാൻ വെള്ളം കുറച്ചുകൂടെ ഒഴിച്ച് മതി 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 മതി. ഇല്ല ഇല്ല, കൂടിപ്പോയിരുന്നെങ്കിൽ വെള്ളത്തിൽ ഞാൻ മുക്കി കൊന്നേ. പുള്ളി വെച്ചാ വെള്ളം പുള്ളി വെക്ക് പെട്ടെന്നാവട്ടെ, എനിക്ക് വിശക്കുന്നു. തരാം ഇപ്പം തരാം. ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ചിക്കൻ ഇടും. ചിക്കന് ഇവിടെ നമ്മുടെ ഹീറോ എന്ത് ചെയ്യേ? അതെ, അപ്പോൾ ഇവിടെ നമ്മുടെ ഗ്രേവി റെഡി ആയി കഴിഞ്ഞു. അടുത്ത ഐറ്റം എന്ന് പറഞ്ഞാൽ ചിക്കൻ ഇടുകയാണ്. കുറച്ചു നേരം കിടക്കണമല്ല. നമ്മളപ്പോ ഫുൾ ഓൾമോസ്റ്റ് എപ്പോഴും മറ്റേ ഫുള്ള് തന്നെയാണ് ഇട്ടേക്കുന്നത്. അല്ലല്ല, നമ്മൾ ഇതനുസരിച്ച് കുറയ്ക്കുക, കൂട്ടുക. ഈ ഇവിടെ എങ്ങനെയൊക്കെയാണ് വരുന്നത്, ചിലപ്പോൾ കരിഞ്ഞു പോകുന്നു തോന്നുവാണെങ്കിൽ ഉറനെ കുറയ്ക്കുക. മനസ്സിലായി? അത് വേണം, അത് തന്നെ പറഞ്ഞു. തീർച്ചയായിട്ടും ആത്മാർത്ഥയും അത് മെയിൻ. എനിക്ക് നന്നായിട്ട് ഈ വറുത്ത ചിക്കനും കൂടെ ആകുമ്പോഴത്തേക്ക് രുചി കൂടും. രുചി കൂടുന്നത് തന്നെയല്ല, പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പോ ഇന്ന് തീർന്നില്ലെങ്കിൽ നാളെ ആണെങ്കിലും നമുക്ക് ഇത് എടുക്കാം. ഈ സംശയം അല്ല, ചിലപ്പോൾ കൂടുതലേ ഈ നമ്മള് കല്യാണ വീടുകളിലൊക്കെ ഒരുപാട് ഉണ്ടായി കഴിഞ്ഞാൽ അവര് ചിലപ്പോൾ ബാലൻസ് ഉള്ളതൊക്കെ വീട്ടിൽ കൊണ്ടുപോകും. അപ്പൊ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കും, അത് അവിടെ അതേപോലെ ഇരിക്കും ഈ സാധനം. 2 ദിവസം ഒരു കുഴപ്പമില്ല, ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ മതി, ഒരു പ്രശ്നമില്ല. അതേസമയം പച്ച ചിക്കൻ വെച്ചുണ്ടാക്കുവാണെങ്കിൽ ഇരിക്കില്ല, വ്യത്യാസം വരും. പിന്നെ ഇത് ഒരു ദിവസം കഴിഞ്ഞാൽ വേറെ രീതിയിലാവുക. ഒരു കുഴപ്പമൊന്നും നമ്മൾ കല്യാണത്തിനൊക്കെ പോകുമ്പോഴത്തേക്ക് അവർ ഇതായിരിക്കും ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ടായിരിക്കും എല്ലാം അങ്ങനെ ചെയ്യുള്ളൂ. ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയല്ല. പക്ഷെ എനിക്കൊന്ന് രുചിക്ക് ടേസ്റ്റ് വ്യത്യാസം വരും. നല്ല എണ്ണയൊക്കെ ഇട്ട് വറുത്തെടുക്കുന്ന ചിക്കൻ
അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡിയായി കഴിഞ്ഞു. ഓഫ് ചെയ്യുകയാണ്. ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് സോസ് രണ്ടും ഉപയോഗിക്കുന്നത്. അപ്പോഴാണ് ഇവൻ്റെ കളർ ചേഞ്ച് ആകുന്നത്. ഇതാണ് സാധനം. ഇതാണ് രഹസ്യം. ഇതാണ് അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈഡ് മസാല റെഡിയായി കഴിഞ്ഞു. നമ്മൾ ആദ്യത്തെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നീ അഭിപ്രായം പറയണം. ഇതിനു വേണ്ടി ഞാൻ കാത്തിരുന്നു. അത് ഒരു പീസ് എടുത്ത് ഇളക്കി കഴിച്ചു നോക്കി. നമ്മൾ ടേസ്റ്റ് അറിയാൻ വേണ്ടി കഴിക്കില്ലേ? ഗ്രേവി ഇടാൻ ടേസ്റ്റ് ചെയ്ത് അടിപൊളി. എങ്ങനെ? സമാധാനമായി. ഈ ലെഗ് ഞാൻ കൊണ്ടുപോ. കണ്ടോ, ഇത് എന്നാന്നറിയോ? ഈ ഫുഡ് ഓക്കെ എന്ന് പറഞ്ഞാലേ ഞാൻ ഈ തോർത്ത് തലേ കേട്ടു. അതുവരെ തന്നെ കഴുത്ത തൂക്കിയിട്ട്. പിന്നെ ഇടയ്ക്ക് നീ എന്താ ചോദിച്ചല്ലോ, മഞ്ഞപ്പൊടി എന്തിനാ സൗന്ദര്യത്തിന്? ആ കളറിന്. എൻ്റെ പൊന്നു മേഘ, നിന്നെയും കൊണ്ടാണല്ലോ ഞാൻ ഈ പണിക്കിറങ്ങിയത്. മൂളെ ചോദ്യം ചോദിക്കരുത്. ആ നന്നായാ മതി. അപ്പോൾ അടുത്ത ഡിഷുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.